ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, 9-ാം പാഠത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കള്ളസാക്ഷ്യം പറയരുത് എന്ന ഈശോയുടെ പ്രബോധനം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കെങ്ങനെ പാലിക്കാം? സത്യം പറയുന്ന, സത്യത്തെ സ്നേഹിക്കുന്ന നല്ല ഒരു മകനായി, മകളായി നമുക്ക് ജീവിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്രയിൽ താഴെ എഴുതി വച്ചിട്ടുണ്ട്, സത്യമേവ ജയതേ. സത്യം ജയിക്കും. ഈ സത്യത്തെ മുറുക്കെ പിടിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് കാണാം. ഒന്ന്, അവർ നല്ല ധൈര്യമുള്ളവരായിരിക്കും, കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. നുണ പറയുന്ന ആളുകൾ, കള്ളത്തരം ചെയ്ത ആളുകൾ തല കുനിച്ച് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കുറ്റവാളികളൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ നിൽക്കുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം. സത്യം അതിനുവേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ അതിൽ നല്ല ധൈര്യത്തിൻ്റെ, ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ മുഖത്ത് കാണാൻ പറ്റും. ചില പോലീസുകാർ പറഞ്ഞിട്ടുണ്ട്, കണ്ണിൽ നോക്കുമ്പോൾ അറിയാം കള്ളനാണോ എന്ന്. കണ്ണിൽ നോക്കുമ്പോൾ വിശുദ്ധി അറിയാം. നമ്മുടെയൊക്കെ കണ്ണ് നല്ല വെളിച്ചമുള്ളതാവട്ടെ, വിശുദ്ധിയുള്ളതാവട്ടെ. ചെറുതും വലുതുമായിട്ടുള്ള നുണ പറയുന്ന കുട്ടികൾ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയായിരിക്കും ഈ നുണ പറയുന്ന ഒരു ശീലം നിങ്ങളിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ അത് നിങ്ങളെ നശിപ്പിക്കും. ഈ നുണ പറയുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, അവരൊരു നുണയ്ക്ക് പിന്നെ ഒത്തിരി നുണകൾ പറയേണ്ടി വരും. എന്നാ ടീച്ചറെ താമസിച്ചേ? ഒരു ദിവസം പറഞ്ഞു അമ്മ ആശുപത്രിയിലായിരുന്നു. അടുത്ത ദിവസം ടീച്ചർ കുട്ടിയോട് ചോദിച്ചു, എന്താണ് താമസിച്ചത്? കുട്ടി പറഞ്ഞു, വല്യമ്മ ആശുപത്രിയിലായിരുന്നു. ഒരു ദിവസം അതേ കുട്ടി തന്നെ താമസിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞു, വല്യപ്പൻ ആശുപത്രിയിലാണ്. ഈ ടീച്ചറിന് ഒരു സംശയം തോന്നി, ഈ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ പറഞ്ഞ വിദ്യാർത്ഥിയുടെ വീട്ടിൽ വല്യപ്പനും വല്യമ്മയും ഇല്ല. വല്യപ്പനും വല്യമ്മയും വർഷങ്ങൾ മുമ്പേ മരിച്ചു പോയതാണ്. ഇവരുടെ വീട്ടിൽ അമ്മയും ഒരനിയത്തിയും അപ്പനും മാത്രമേ ഉള്ളൂ. ടീച്ചർ ഈ വീട്ടിലെ യഥാർത്ഥ കാര്യം അറിഞ്ഞു. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ ഈ കുട്ടിയോട് ചോദിച്ചു, വല്യപ്പനും വല്യമ്മയ്ക്കും എത്ര വയസ്സായി? അവർ ഭക്ഷണമൊക്കെ കഴിക്കുമോ? ഈ കുട്ടി, ടീച്ചർ സ്കൂളിൽ വീട്ടിൽ പോയതൊന്നും അറിയാതെ ഈ കുട്ടി പറഞ്ഞു, ഒരാൾക്ക് 86 വയസ്സുണ്ട്, ഒരാൾക്ക് 80 വയസ്സുണ്ട്, 2 പേർക്ക് ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നൊക്കെ. ഈ ടീച്ചർ എന്നോട് സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടി ഓരോ പ്രാവശ്യവും നുണ പറയുമ്പോൾ ഈ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ ഒരു സങ്കടത്തിലേക്കായി കുട്ടി പോകുന്നത്. ചെറിയ ചെറിയ നുണ പറയുന്ന വ്യക്തി നാളെ സമൂഹത്തിൽ വലിയ നുണയും കള്ളത്തരമൊക്കെ ചെയ്യുന്ന ആളായിട്ട് മാറും. കേരളത്തിൽ പ്രമാദമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായി. ആ കേസിൽ ഒരു ചേച്ചിയുടെ ചെറുപ്പകാലം അന്വേഷിച്ച് ചെന്നപ്പോൾ 4-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്, ഈ കുട്ടി കാണാൻ നല്ല മിടുക്കിയായിരുന്നു, എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ടൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ അനാവശ്യമായിട്ടും ഈ കുട്ടി നുണ പറയുമായിരുന്നു. ഈ കൊച്ച് 4-ാം ക്ലാസ് കഴിഞ്ഞു, 10-ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു വലിയ
കുറ്റവാളിയായി. ഓർക്കുക, നുണ അപകടമാണ്. അതുകൊണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരു നുണയും നമുക്ക് പറയരുത് ആരോടും. നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നല്ല റിസൾട്ട്, സമ്മാനം നൽകും. ദൈവം നൽകും, ഈ ഭൂമിയിൽ തന്നെ നൽകും. നമ്മൾ വായിച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ ചെറുപ്പകാലഘട്ടത്തിൽ നോക്കി എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇല്ല, ഞാൻ നോക്കി എഴുതില്ല എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. മഹാത്മാഗാന്ധി ഒരു മെസ്സേജാണ് നമുക്ക് നൽകിയത്. ഈശോയും നമ്മളോട് പറയുക, സത്യം ഉള്ളവരാകുക. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യ അന്വേഷണ പരീക്ഷണങ്ങൾ. ആ സത്യത്തിന് വേണ്ടി പോരാടുന്ന, സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് സത്യവിരുദ്ധമായിട്ടുള്ള തിന്മകളാണ്. ഫോർ എക്സാമ്പിൾ, കോപ്പി അടിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും കോപ്പി അടിക്കുക, അല്ല എങ്കിൽ എത്ര മാർക്ക് കിട്ടി. കള്ളത്തരം ചെയ്യരുത്. നിങ്ങൾ 7ാം മൊബൈലിൽ അപ്പായും അമ്മയും വരുമ്പോൾ ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നു, അപ്പായും അമ്മയും ഇല്ലാത്തപ്പോൾ വേറെ ഗെയിം കാണുന്നു. നിങ്ങൾ എന്താ കണ്ടേ? അത് കണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നുണ പറയുന്നു. അത് ചീത്തയാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഞാൻ നിങ്ങളെ ഒരു പാട്ട് പഠിപ്പിക്കാം. ആ പാട്ട് നിങ്ങൾക്ക് സത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ സഹായിക്കുന്നതാണ്. സന്തോഷം. സത്യം പറയുന്നവർ രണ്ടാമത്തെ ക്വാളിറ്റിയാണ്, സന്തോഷമുള്ളവരായിരിക്കും. നിങ്ങളുടെ അപ്പായോടും നിങ്ങളുടെ അമ്മയോടും നിങ്ങളുടെ ടീച്ചറിനോടും നിങ്ങളുടെ വികാരിയച്ഛനോടും സത്യം പറയുന്നവരായിരിക്കണം. ആ സത്യം പറയുന്നവരുടെ മുഖത്ത് നോക്കുമ്പോൾ നല്ല സന്തോഷം. അതാ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞേ, സന്തോഷിക്കുന്നവരാവുക. ഞാൻ പാട്ട് പാടിത്തരാം. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ആനന്ദിക്കും ഞങ്ങൾ ആനന്ദിക്കും, ആനന്ദിക്കും ഞങ്ങൾ ആനന്ദിക്കും. ഓക്കെ, ഇതിൻ്റെ ആക്ഷൻ ഞാൻ കാണിച്ചു തരാം. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ആനന്ദിക്കും ഞങ്ങൾ ആനന്ദിക്കും. ഈ ഒരു ആനന്ദം നമുക്ക് ആവശ്യമാണ്. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഒരു നുണ പറഞ്ഞില്ല എങ്കിൽ നമുക്കൊത്തിരി നന്മകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു സത്യം പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ നമുക്കിട്ട് ഒരു തല്ലൊക്കെ കിട്ടുമായിരിക്കും. ആ തല്ലിനും നന്മയുണ്ട്. ശിക്ഷിക്കുന്നവർ ഓർക്കുക, സ്നേഹം കൊണ്ടായിരിക്കണം ശിക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ വഴക്ക് പറയുന്നവരും നിങ്ങളെ ശിക്ഷിക്കുന്നവരും നിങ്ങളോട് ഇഷ്ടമുള്ളവരാണ്. ആ ഇഷ്ടമുള്ളവർ നല്ല ശിക്ഷണങ്ങൾ നൽകുമ്പോഴാണ് നമ്മൾക്കൊക്കെ നല്ല മിടുക്കരാകാൻ പറ്റുന്നത്. അതുകൊണ്ട് സത്യത്തെ മുറുക്കെ പിടിക്കുന്ന, നല്ല സത്യസന്ധമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കൽപ്പനകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കുഞ്ഞ് സത്യം പറയുന്ന ഒരു കുഞ്ഞായിട്ട് എന്നെ മാറ്റണേ. എൻ്റെ അനുദിന ജീവിതത്തിൽ അപ്പായോടും അമ്മയോടും കൂട്ടുകാരോടും ഒക്കെ നുണ പറയുന്ന ശീലം എനിക്കുണ്ട്. എൻ്റെ ഈശോയെ, ഒരു ചെറിയ നുണ പോലും എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുവാൻ ഈശോ എൻ്റെ കൂടെ ഉണ്ടാവണേ. ഈശോയെ, ഞാൻ പലപ്പോഴും നുണ പറയുന്നത് പേടിച്ച, അപ്പായ അമ്മ എന്നെ വഴക്ക് പറയുമോ, ടീച്ചർമാരെന്നെ വഴക്ക് പറയുമോ എന്നൊക്കെ പേടിച്ചാൽ ഞാൻ ചിലപ്പോഴൊക്കെ നുണ പറയുന്നേ. ഈശോയെ, ഞാൻ തിരിച്ചറിയുന്നു, നുണ പറയുമ്പോൾ ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് അല്ലാതായി മാറുന്നു. സത്യം പറയുമ്പോൾ ഞാൻ ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് മാറുന്നു. ഈശോയെ, ഞാൻ മനസ്സിലാക്കുന്നു, നുണ പറയുമ്പോൾ എൻ്റെ മുഖം പ്രകാശം ഇല്ലാതെയായി മാറുന്നു. സത്യം പറയുമ്പോൾ എൻ്റെ മുഖം നല്ല പ്രകാശമുള്ള, എന്നെ കാണുന്നവർക്ക് സന്തോഷമുള്ള ഒന്നായി മാറുന്നു. ഈശോയെ, സത്യത്തിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാണ്. നല്ല സത്യസന്ധമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.